നമസ്കാരം. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ബ്രിട്ടന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് ഇസ്രായേൽ. ഹമാസിനുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല ഇതെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഹമാസിനുള്ള ഒരു പ്രതിഫലമല്ലാതെ മറ്റൊന്നുമല്ല. UK-യിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ഇതിനെല്ലാം ധൈര്യപ്പെടുന്നുവെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഹമാസ് നേതാക്കൾ തന്നെ പരസ്യമായി സമ്മതിക്കുന്നു ഈ അംഗീകാരം ഒക്ടോബർ 7-ലെ കൂട്ടക്കൊലയുടെ പ്രതിഫലമാണെന്ന്. വിദേശകാര്യ മന്ത്രാലയം എക്സ് പോസ്റ്റിൽ അറിയിച്ചതാണിത്. ഗസയിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നായിരുന്നു ബ്രിട്ടന്റെ നിലപാട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എതിർപ്പ് തള്ളിയാണ് UK പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത്. ട്രംപിന്റെ ബ്രിട്ടൻ സന്ദർശനത്തിനിടയിലാണ് കീർ സ്റ്റാമർ ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത്. ബ്രിട്ടന്റെ തീരുമാനത്തോട് താൻ യോജിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസിനെ ഒറ്റപ്പെടുത്തണമെങ്കിൽ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കണമെന്ന നിലപാട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. ജപ്പാനും സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഫലസ്തീനെ അംഗീകരിച്ച രാഷ്ട്രമാണ് UK. ഫ്രാൻസും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. ഗസയിൽ തുടരുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, വെടിനിർത്തലിന് സമ്മതിക്കുക, വെസ്റ്റ് ബാങ്കിൽ അധിനിവേശമുണ്ടാകുന്നില്ലെന്ന് വ്യക്തമാക്കുക, ദ്വിരാഷ്ട്ര പരിഹാരം ഉറപ്പാക്കുന്ന ദീർഘകാല സമാധാന പ്രക്രിയയ്ക്ക് പ്രതിജ്ഞാബദ്ധരാവുക എന്നിവയാണ് ബ്രിട്ടൻ ഇസ്രായേലിന് മുൻപിൽ ഉയർത്തിയ ആവശ്യം. ഇവ ഇസ്രായേൽ അംഗീകരിക്കാത്ത പക്ഷം ഫലസ്തീൻ രാഷ്ട്രപതി പദവിയെ പിന്തുണയ്ക്കുമെന്നാണ് കീർ സ്റ്റാമർ അന്ന് മന്ത്രിമാരെ അറിയിച്ചത്. ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെയാണ് ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടനും രംഗത്തെത്തുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രസിഡന്റ് ആന്റണി ആൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും പറഞ്ഞു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം അവസാനം നടക്കുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഫലസ്തീനെ അംഗീകരിക്കാനിരിക്കെയാണ് പ്രഖ്യാപനവുമായി ബ്രിട്ടനും കാനഡയും എത്തുന്നത്. ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ പ്രതീക്ഷ മങ്ങുകയാണ്. പക്ഷെ നമുക്ക് ആ വെളിച്ചം കെടുത്താൻ കഴിയില്ല. ഇന്ന് സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും പ്രതീക്ഷ പുനരുജ്ജീവിപ്പിക്കാൻ ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ UK ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നുവെന്ന് ഞാൻ വ്യക്തമായി പ്രസ്താവിക്കുന്നു എന്നാണ് UK പ്രധാനമന്ത്രി പറഞ്ഞത്. സമാധാനത്തിന്റെയും ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെയും സാധ്യത നിലനിർത്താൻ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അതായത് സുരക്ഷിതവും ഭദ്രവുമായ ഒരു ഇസ്രായേൽ, പ്രായോഗികമായ ഒരു ഫലസ്തീൻ രാഷ്ട്രം. ഇപ്പോൾ നമുക്ക് രണ്ടുമില്ല എന്നും UK പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിന്റെ പ്രഖ്യാപനം. തീരുമാനം അംഗീകാരം ഹമാസിനുള്ള പ്രതിഫലമല്ലെന്നും വരും ആഴ്ചകളിൽ ഹമാസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ UK കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും സ്റ്റാമർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുറന്നു പറയട്ടെ, ഹമാസ് ഒരു ക്രൂരമായ ഭീകര സംഘടനയാണ്. യഥാർത്ഥ ദ്വിരാഷ്ട്ര പരിഹാരത്തിനായുള്ള ഞങ്ങളുടെ ആഹ്വാനം അവരുടെ വിദ്വേഷകരമായ ദർശനത്തിന് നേർ വിപരീതമാണ്. അതിനാൽ ഞങ്ങൾക്ക് വ്യക്തമാണ്, ഈ പരിഹാരം ഹമാസിനുള്ള പ്രതിഫലമല്ല. കാരണം അതിനർത്ഥം ഹമാസിന് ഭാവിയില്ല, സർക്കാരിൽ ഒരു പങ്കുമില്ല, സുരക്ഷയിൽ ഒരു പങ്കുമില്ല എന്നാണ് കീർ സ്റ്റാമർ കൂട്ടിച്ചേർത്തത്.